82 മുതൽ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ള ഒരു സഖാവ് സംസാരിക്കുന്ന ഭാഷയാണോ ഈ മധു മുല്ലശ്ശേരിക്കുള്ളത്? അയാൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒരു സെക്കൻഡ് നല്ല ഒരു നായർ കുടുംബമാണ് എന്റേത്, ഞാൻ ഈ കുടുംബമായിട്ടാണ് ഇനി BJP-യിലേക്ക് പോകാൻ പോകുന്നത്, ഒരു വാചകമാണ്. അതുപോലെ തന്നെ പറയുകയാണ്, ഞാൻ 27 ലക്ഷം രൂപ ബാക്കി വെച്ച ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ 6 മാസം കൊണ്ട് സ്ഥലം വാങ്ങി, 6 മാസം കൊണ്ട് അതിമനോഹരമായ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് പടുത്തുയർത്തി, മുഖ്യമന്ത്രിയെ കൊണ്ടത് ഉദ്ഘാടനം നടത്തിച്ചു. ഇങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് ഒരു പ്രയോഗം കൂടെ ഉണ്ട്, അത് ഈ ശബരിമലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ദേവസ്വത്തിന്റെ വ്യക്തികൾ പറയുന്നത് പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത ഏരിയ കമ്മിറ്റികളാണുള്ളത്, എന്നാൽ മംഗലപുരം ഏരിയ കമ്മിറ്റി അങ്ങനെയുള്ളത് അല്ല എന്ന്. ഇതൊക്കെ ഒരു CPM-ന്റെ 82 പാർട്ടി മെമ്പർഷിപ്പ് വന്ന ഒരു CPM നേതാവിന്റെ ഭാഷയാണോ? അല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഇപ്പൊ വേണു തന്നെ ചോദിച്ചില്ലേ. അപ്പോ ഞാൻ ഇങ്ങനെ ആദ്യം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വാർത്ത കേട്ടപ്പോ സത്യത്തിൽ ഒരു വിഷമം തോന്നി എന്താണെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോ ആശ്വാസമാണ് തോന്നിയത്. ഈ മനസ്സുള്ള, ഞാൻ പറഞ്ഞ ഒരു ഏരിയ കമ്മിറ്റിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് ഈ കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിച്ചത്. ശ്രീ നൌഷാദ്, അങ്ങ് വലിയ വായിൽ പറയുകയുണ്ടായല്ലോ ഈ പാർട്ടിയുടെ സവിശേഷതകൾ, ഇങ്ങനെ കമ്മിറ്റി കൂടൽ, കമ്മിറ്റിയിലെ വിമർശനം, മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ എത്ര സമയം സംസാരിക്കാമെന്ന കാര്യം, ഇതൊക്കെ അങ്ങ് പറയുകയുണ്ടായല്ലോ. പാർട്ടി വിദ്യാഭ്യാസം 82 മുതൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ഈ വ്യക്തിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ പാർട്ടിയുടെ മാഹാത്മ്യം എന്താണ് അങ്ങേക്ക് ഘോഷിക്കാനായി ഉള്ളത്? ഇതിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 ലക്ഷം പാർട്ടി അംഗങ്ങളാണ് CPM-ന് കേരളത്തിലുള്ളത് കേട്ടോ വേണു. അതില് ഒരാളിന്റെ വ്യാഖ്യാനം കാണിച്ചിട്ട് അതിനെ സാമാന്യവൽക്കരിക്കേണ്ടതില്ല, സാമാന്യവൽക്കരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇത് മധു മുല്ലശ്ശേരി CPM-നെ സംബന്ധിച്ചിടത്തോളം ഏത് വാക്കാ പറയുക, നമ്മളിപ്പോ മാധ്യമത്തിലായതുകൊണ്ട്. ഇനി പോട്ടെ മധു മുല്ലശ്ശേരിയുടെ ഇത്തരം നീക്കങ്ങളുടെ കാര്യത്തിനകത്ത് അല്ല, ഒരു സെക്കൻഡ്, അപാകത ഉണ്ടായിട്ടുണ്ടാകാം, ഇയാളുടെ മനസ്സെങ്ങനെ സഞ്ചരിക്കുന്നു എന്നത് അറിയാൻ കഴിയില്ലല്ലോ എന്നതൊരു വാദത്തിന് അംഗീകരിച്ചാൽ, അല്ല ഒരു സെക്കൻഡ്, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ശ്രീ നൌഷാദ്. അയാളുടെ വീടിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നില്ലേ? അന്തം വിട്ടുപോകും കണ്ടാൽ. ഒരു ഏരിയ സെക്രട്ടറിയുടെ ഒരു സെക്കൻഡ്, ഇപ്പൊ ഇന്ന് ജോയി പറയുകയുണ്ടായല്ലോ, ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഒരു ജില്ലാ ഘടകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനി പാർട്ടിയെ സംബന്ധിച്ച് എന്ന്. അയാൾ എന്തൊക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് എന്നും ജോയി പറയുകയുണ്ടായി. പാർട്ടി സഖാക്കളുടെ പ്രവർത്തനം, അതിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റി, പോട്ടെ. അവരുടെ ജീവിത രീതി അതിപ്പോൾ വളരെ പ്രകടമല്ലേ? ഓടി കാറ്, പിന്നെ മക്കൾക്ക് വില കൂടിയ ബുള്ളറ്റുകൾ, ആ വീടിന്റെ വലിപ്പം, ഇത്രയും വലിയൊരു വീടുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഈ പറയുന്ന ഉമ്മറത്ത് 3 ചിത്രങ്ങൾ കൂടെ വെക്കാൻ മറന്നിട്ടില്ല. ഇന്നതെടുത്ത് മാറ്റിയിട്ടുണ്ട് അയാൾ, നായനാരുടെയും EMS-ന്റെയും ചെകുവേരയുടെയും. ഇനി ഈ പറയും ഒരു സെക്കൻഡ്, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കണ്ണിൽ പെടാതെ പോയിരുന്നോ? അല്ല, കണ്ണിൽ പെട്ടത് കൊണ്ടാണല്ലോ സെക്രട്ടറിഷിപ്പ് തെറിച്ചത്. അതെന്താ മനസ്സിലാവാത്തത്? പിന്നെ നമുക്ക് സംഘടനാപരമായി വ്യക്തമായി ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപടിയെടുക്കാറില്ല. വരുന്നത് പരിശോധിച്ച് അതിന് കുറച്ച് കാലതാമസം എടുക്കും, സ്വാഭാവികമാണ്. നിങ്ങൾ ഇപ്പോ MB രാഘവന്റെ ബദൽ രേഖ എത്ര കാലം പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് നടപടിയിലേക്ക് വന്നതെന്ന് വേണു ഒന്ന് അന്വേഷിച്ചു നോക്കുക. ഈ പാർട്ടിക്കുള്ളിൽ എത്ര കാലം അത് ചർച്ച ചെയ്തിട്ടുണ്ട്? അത് പിന്നെ രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പറയാം. ഇത് കസേര പോരാട്ടം. ഞാൻ അങ്ങനെയൊക്കെ രംഗത്ത് തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ചർച്ചയാക്കുന്നത് തന്നെ കഷ്ടമാണ്. ഇത് CPM-ന്ന് ആരെങ്കിലും വന്നാൽ, ആരെങ്കിലും പുറത്തു പോയാൽ അത് വലിയ വാർത്തയാണ്.